യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഓക്കെ, പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ചാനൽ കാണുന്നവർക്ക് ഓൾറെഡി അറിയാം ഡിസ്കൗണ്ടിന്റെ കാര്യം. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു പോകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ പരിശ്രമം വിജയിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ. ഇതും ഒരുപാട് നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ റീഡിങ് കാണാനായിട്ട്. സോ നമുക്ക് ഇതിലൂടെ പറയാനാണെങ്കിൽ വളരെ മണി മൈൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി നമുക്ക് കിട്ടുന്നത്. മണി മൈൻഡഡ് എന്ന് പറയുമ്പോൾ അത് പൈസ ഇല്ലാത്തത് കൊണ്ടും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത ഇല്ലാത്തത് കൊണ്ടും ഈ വ്യക്തി പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പണ്ട് മുതൽ തൊട്ട് തന്നെ അനുഭവിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി വളർന്നു വന്ന ജീവിത സാഹചര്യം എന്ന് പറയുന്നത് അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം. കഷ്ടപ്പാട്, അതുപോലെ ഒരു കാര്യവും നടക്കുന്നില്ല, ഒന്നിലും ഒരു വിജയം ലഭിക്കുന്നില്ല, അങ്ങനെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്ത് അങ്ങനെ വന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വളർന്നു വന്ന രീതി, സാഹചര്യം, ചുറ്റുപാട്, അവസ്ഥകൾ എല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം. ഒരുപക്ഷെ നിങ്ങൾ കുറച്ചും കൂടെ ഈ പേഴ്സണേക്കാളും കുറച്ചും കൂടെ ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സെയിം അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ നിങ്ങൾക്കറിയാം എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ കാണാനായിട്ട് പറ്റുന്നത്. സോ നിങ്ങൾ രണ്ടുപേരും അത്രയും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള രണ്ടാൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ വീട്ടുകാർക്ക് പോലും നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാകാം. നിങ്ങളുടെ വീട്ടുകാർക്കാണെങ്കിൽ പോലും ഈ പേഴ്സണെ കുറിച്ച് നല്ല രീതിയിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകാം. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ പേഴ്സൺ വളരെ നല്ല രീതിയിൽ മണി മൈൻഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതാണ് മാൻ ഹോൾഡിങ് എ കോയിൻ എന്നുള്ള ആ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ പണം സമ്പാദിക്കണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യണം, അതിന് വേണ്ടിയിട്ട് എന്ത് കാര്യം സാക്രിഫൈസ് ചെയ്യണം, അതായത് ത്യാഗം ചെയ്യണം എന്നുള്ള മൈൻഡിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത്രയും അധികം നിങ്ങളെ അവോയ്ഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറക്കുക, നിങ്ങൾ 4 നേരവും അല്ലെങ്കിൽ ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുക, നിങ്ങളിൽ നിന്നും മാറി നിൽക്കുക, ഈ പേഴ്സന്റെ അഭിപ്രായങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ വരിക, കാഴ്ചപ്പാട് മാറുക, നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറച്ച് കൊണ്ടുവരിക. അപ്പോൾ നിങ്ങൾ ഒരുപാട് പരാതികൾ ഈ വ്യക്തിയോട് പറഞ്ഞു. അപ്പോൾ ഈ വ്യക്തിയുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ നിങ്ങളുടെ അടുത്തോട്ടും പറഞ്ഞു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം തല്ലുപിടുത്തമായി, ഇടിയായി, പ്രശ്നങ്ങളായി, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ ഈ വ്യക്തിയുടെ മനസ്സിൽ വേറെ ആരും ഇല്ല, നിങ്ങൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ പോലും ഈ വ്യക്തിക്ക് മറ്റാരൊക്കെയോ ആശ്രയിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ആരുടെയെങ്കിലും കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബോസ്, നമ്മുടെ ആ ഒരു ലീഡർ, ആ വ്യക്തിയുടെ അനുവാദം വേണം നമുക്ക് ജോലിയിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അല്ലേ? അതുപോലെ ഒരു ലീഡർ ഈ വ്യക്തിയുടെ കൂടെ ഉണ്ട്. അതാണ് തേർഡ് പാർട്ടി ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പുരുഷനാണെങ്കിൽ ആ കൂടെയുള്ളത് ചിലപ്പോൾ സ്ത്രീ ആയിരിക്കാം. ആ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സ്ത്രീ ആയിരിക്കാം. അത് ഈ പേഴ്സൺ ഒരുപക്ഷെ ആ വ്യക്തിയായിട്ട് കൂട്ട് പിടിച്ചിട്ടുള്ളത് മേ ബി എന്തെങ്കിലും ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം. അതായത് ഇപ്പോൾ ബിസിനസ്സിനോ അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിക്ക് പ്രൊമോഷൻ കിട്ടാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബെനിഫിറ്റ്സിന്റെ പേരിൽ, ബെനിഫിറ്റ്സിന്റെ പുറത്താണ്, എന്തോ ഒരു ഉപകാരം ഉണ്ട്, അതിന്റെ പുറത്താണ് ഈ ഒരു തേർഡ് പാർട്ടി വന്ന് കയറിയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ അത് കൈകാര്യം ചെയ്യുന്നുണ്ട്, അതിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേഷൻ. അപ്പൊ നിങ്ങളെ കുറച്ച് മാറ്റി നിർത്തുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ഈ പേഴ്സൺ ഉത്തരം തരുന്നില്ലായിരിക്കാം. നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ പേഴ്സൺ ഒട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അത് വളരെയധികം അരോചകത്വം, അല്ലെങ്കിൽ ദേഷ്യം, ഇറിറ്റേഷൻ ഒക്കെ നിങ്ങൾക്കും വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഒട്ടുമിക്കപ്പോഴും അടിയും വഴക്കും തല്ലുപിടുത്തവും വാക്കുതർക്കവും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹം അത്ര സുഖകരമല്ല, നിങ്ങളുടെ പ്രണയ ജീവിതം ആയിക്കോട്ടെ, ദാമ്പത്യ ജീവിതം ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ഉണ്ട്.
പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരണം, അതുപോലെ ഒരു ബാലൻസ് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? കാരണം ഈ പേഴ്സൺ സ്നേഹം കൊണ്ടൊന്നും അല്ല തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നത്. ഈ സിറ്റുവേഷൻ ആണ്, സാഹചര്യമാണ് ഈ വ്യക്തിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ വേണ്ടാത്ത ചിന്തകളോ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ഈ വ്യക്തി വഴിതെറ്റിപ്പോയി എന്ന് നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും. ഓ, എൻ്റെ ഭർത്താവ് വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വഴിതെറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ കാമുകി വഴിതെറ്റിപ്പോയി, അവനിപ്പം എന്നോട് സ്നേഹമില്ല, എന്നോട് കാര്യമില്ല, തേർഡ് പാർട്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം, അവർക്കാണ് പ്രാധാന്യം എന്നുള്ള ലെവലിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. പക്ഷെ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഈ പേഴ്സൺ കൂർമ്മ ബുദ്ധിയാണ്, ബുദ്ധിയായിട്ടുള്ള വ്യക്തി തന്നെയാണ്. അപ്പൊ ഈ വ്യക്തി അത് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ഡീലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പൊ തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു പോരും. ഈ വ്യക്തി എന്തായാലും തേർഡ് പാർട്ടിയിൽ നിന്നും അകന്നു പോരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബിക്കോസ് ഈ വ്യക്തിക്ക് അറിയാം, ഈ വ്യക്തിയുടെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. അവസാനം ഈ വ്യക്തി വന്ന് ചെന്നെത്തി നിൽക്കേണ്ടത് നിങ്ങളുടെ അടുത്താണ്. ആ ഒരു ബോധ്യം ഈ വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് മണ്ടത്തരം ഒന്നും ഈ പേഴ്സൺ ചെയ്യില്ല. ഇനി അഥവാ എന്തെങ്കിലും പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പേഴ്സൺ എന്തോ ബെനിഫിറ്റ്സ് വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സോറി ഡിയർ, ഐ കാൺ റൈറ്റ് നൗ. പല പ്രാവശ്യവും നിങ്ങളായിട്ട് നേരിട്ട് സംസാരിച്ച് പല കാര്യങ്ങളും ഒത്തുതീർപ്പാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് നേരിട്ട് വരാനായിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല. അതിന് പറ്റിയ സിറ്റുവേഷൻ അല്ല. ഐ ആം നോട്ട് ദ വൺ ഫോർ യു. ചില സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയോട് മിണ്ടാതിരിക്കുന്നു, നിങ്ങളുടെ ആ ഒരു ദേഷ്യം ഈ വ്യക്തിയുടെ അടുത്ത് കാണിക്കുന്നു. അപ്പൊ ആ ഒരു സമയത്തൊക്കെ ഈ വ്യക്തിക്ക് തോന്നിക്കുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വ്യക്തിയല്ല ഈ പേഴ്സൺ എന്നുള്ള തോന്നൽ ഈ വ്യക്തിക്ക് വരുന്നുണ്ട്. ഐ ആം കോൺസെൻട്രേറ്റിംഗ് ഇൻ മൈ കരിയർ. യെസ്, ഈ വ്യക്തിയുടെ കരിയർ, ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഈ പേഴ്സൺ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് പ്രണയം കൊണ്ടുവരാനായിട്ട്, അല്ലെങ്കിൽ പ്രണയത്തിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാൻ ഈ വ്യക്തിക്ക് ഇല്ല. എന്ന് വെച്ചിട്ട് നിങ്ങളോട് സ്നേഹമില്ല എന്നല്ല, സ്നേഹമുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് കുറച്ച് സമയം കൊടുക്കണമെന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് 10 ദിവസത്തെ ഡിസ്കൗണ്ട് ഓഫർ. ജനുവരി മാസത്തിലെ ഡിസ്കൗണ്ട് ആണ്. പേഴ്സണൽ റീഡിംഗ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പുതിയ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓൾറെഡി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അറിയാവുന്ന കാര്യമാണ് ഡിസ്കൗണ്ടിന്റെ കാര്യം. അപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വരാവുന്നതാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.